വെൽക്കം ബാക്ക് ടു PSC അശ്വമേധം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് 2026 മലയാളം ഭാഗത്ത് നിന്ന് PSC ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ 2026 ഇതുവരെ നടന്ന PSC പരീക്ഷകളിൽ മലയാളം ഭാഗത്ത് നിന്ന് ചോദിച്ച എല്ലാ ക്വസ്റ്റ്യൻസും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം നോക്കുന്നത് 2026 ജനുവരി 21 നടന്ന LDC പരീക്ഷയിൽ ചോദിച്ച മലയാളം ചോദ്യങ്ങളാണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ചേട്ടൻ പര്യായ പദമേത്? ചേട്ടൻ്റെ പര്യായ പദമേത്? എന്താണ്? അഗ്രജനാണ്, അഗ്രജൻ. അടുത്തത് അയക്കുന്നവൻ എന്ന അർത്ഥം വരുന്ന പദമേത്? അയക്കുന്നവൻ എന്ന് അർത്ഥം വരുന്ന പദമേത്? ഓപ്ഷൻ ഡി ആണ് പ്രേഷകൻ, പ്രേഷകൻ. അടുത്തത് മൈറ്റ് ഈസ് റൈറ്റ് സമാനമായ മലയാളത്തിലെ ചൊല്ലേത്? മൈറ്റ് ഈസ് റൈറ്റിന് സമാനമായ മലയാളത്തിലെ ചൊല്ലേത്? ഓപ്ഷൻ ബി ആണ് കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ, കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ. അടുത്തത് വിപരീത പദം തെറ്റായ ജോഡി ഏത്? രാഗം ദേഷ്യം ശരിയാണ്, ഹ്രസ്വം ദീർഘമാണ്, സഹിതം രഹിതമാണ്. അപ്പോൾ ഓപ്ഷൻ സി കാമം ക്രോധം എന്നുള്ളത് തെറ്റായിട്ടുള്ള ജോഡിയാണ്. ക്രോധം എന്താണ്? ക്രോധം എന്ന് പറയുന്നത് ദേഷ്യം എന്നർത്ഥം വരുന്ന വാക്കാണ്. അപ്പോൾ ക്രോധത്തിന്റെ വിപരീത പദം വരുന്നത് എന്താണ്? ശാന്തം എന്നാണ്. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. അടുത്തത് ഭൂമി സമാനാർത്ഥമുള്ള പദമേത്? ഭൂമിയുടെ പര്യായപദം എന്താണ്? മേദിനിയാണ്, മേദിനി. താഴെ തന്നിരിക്കുന്നവയിൽ പൂജക ബഹുവചനം ഏത്? പൂജക ബഹുവചനം ഏത്? ഏതൊക്കെയാണ്? സ്വാമികളും ഗുരുക്കളുമാണ്. സ്വാമികൾ, ഗുരുക്കൾ 3ഉം 4ഉമാണ്. ആൻസർ ഓപ്ഷൻ സി ആണ്. ആഗമസന്ധിക്ക് ഉദാഹരണം ഏത്? ആഗമസന്ധിക്ക് ഉദാഹരണം ഏതാണ്? തിരുവോണമാണ്, തിരുവോണം. ശരിയായ പദം ഏത്? അപ്പോൾ തന്നിട്ടുള്ളതിൽ ശരിയായിട്ടുള്ളത് ഓപ്ഷൻ എ ആണ്, മടയൻ. ഏവൾ പിരിച്ചെഴുതുക, ഏവൾ പിരിച്ചെഴുതുക. ഓപ്ഷൻ സി ആണ് എ പ്ലസ് അൾ ആണ് ഏവൾ, എ പ്ലസ് അൾ. നിരൂപകൻ സ്ത്രീലിംഗ പദമേത്? നിരൂപകൻ സ്ത്രീലിംഗ പദം. ഓപ്ഷൻ ഡി ആണ് നിരൂപക. അടുത്തത് ജനുവരി 17 നടന്ന അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് പരീക്ഷയിൽ ചോദിച്ച മലയാളം ചോദ്യങ്ങളാണ് നോക്കുന്നത്. ശീകരം എന്ന വാക്കിന്റെ സമാന പദം കണ്ടെത്തുക. ശീകരം എന്ന വാക്കിന്റെ സമാന പദം. ആൻസർ ഓപ്ഷൻ ബി ആണ് ജലഗണം. ശരശയ്യ എന്ന പദം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ശരശയ്യ എന്ന പദം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ സി ആണ് ഭീഷ്മർ, ഭീഷ്മറുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. താഴെ പറയുന്നതിൽ ശരിയായ രൂപം ഏത്? അപ്പോൾ അനാച്ഛാദനത്തിന്റെ ശരിയായിട്ടുള്ള രൂപം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് അനാച്ഛാദനം എന്ന് കറക്റ്റായിട്ട് ഇങ്ങനെയാണ് എഴുതുന്നത്. കടലാഴം എഴുതുമ്പോൾ എന്ന പഠന ഗ്രന്ഥം ഏത് നോവലിനെ ആസ്പദമാക്കിയാണ്? കടലാഴം എഴുതുമ്പോൾ. ആൻസർ ഓപ്ഷൻ സി ആണ് പുള്ളിയൻ. അപ്പോൾ കടലാഴം എഴുതുമ്പോൾ എന്ന പഠന ഗ്രന്ഥം പുള്ളിയൻ എന്ന നോവലിനെ ആസ്പദമാക്കിയാണ്. ധനാശി പാടുക എന്ന ശൈലിയുടെ അർത്ഥം എന്ത്? ധനാശി പാടുക എന്ന ശൈലിയുടെ അർത്ഥം എന്ത്? ആൻസർ ഓപ്ഷൻ ബി ആണ് അവസാനിപ്പിക്കുക. സ്വാശ്രയം എന്നതിൻ്റെ വിപരീത പദമേത്? സ്വാശ്രയം എന്നതിൻ്റെ വിപരീത പദമേത്? ആൻസർ ഓപ്ഷൻ സി ആണ് പരാശ്രയം. സ്വാശ്രയം, പരാശ്രയം. ആഗ്നേയം എന്ന പദത്തെ വിപുലീകരിക്കുമ്പോൾ കിട്ടുന്നത്? ആഗ്നേയം എന്ന പദത്തെ വിപുലീകരിക്കുമ്പോൾ കിട്ടുന്നത്? ഓപ്ഷൻ ബി ആണ് അഗ്നിയെ സംബന്ധിച്ചത്. അഗ്നിയെ സംബന്ധിച്ചതാണ് ആഗ്നേയം. വിണ്ടലം എന്ന പദം പിരിച്ചെഴുതുക. വിണ്ടലം. ഓപ്ഷൻ ബി ആണ് വിൺ പ്ലസ് തലം. വിൺ പ്ലസ് തലമാണ് വിണ്ടലം. ശേനം, ശശാദനം എന്നിവ ഏതിൻ്റെ പര്യായങ്ങളാണ്? ശേനം, ശശാദനം എന്നിവ ഏതിൻ്റെ പര്യായങ്ങളാണ്? ഓപ്ഷൻ ബി ആണ് പരുന്ത്. മകളുടെ മകൻ ഒറ്റപ്പദം കണ്ടെത്തുക. മകളുടെ മകൻ ഒറ്റപ്പദം എന്താണ്? ഓപ്ഷൻ ബി ആണ് ദൗഹിത്രൻ, ദൗഹിത്രൻ. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പദമേത്? ശരിയായിട്ടുള്ളത് ഓപ്ഷൻ ഡി ആണ് വിഡ്ഢിത്തം. വില്ലി എന്നർത്ഥം വരാത്ത പദം? ഓപ്ഷൻ സി ആണ് അമ്പ്.
ചാപം, കാർമുകം, കോദണ്ഡം എന്നിവയൊക്കെ വില്ല് എന്ന അർത്ഥം വരുന്ന പദങ്ങളാണ്. ഉദാരൻ എന്ന പദത്തിന്റെ വിപരീതാർത്ഥമായി വരുന്ന പദമേത്? ഓപ്ഷൻ ബി ആണ് കൃപണൻ. ഉദാരൻ എന്നതിന്റെ വിപരീതാർത്ഥമാണ് കൃപണൻ. പെരുമ്പറ എന്ന പദം പിരിച്ചെഴുതുക. പെരുമ്പറ. ഓപ്ഷൻ എ ആണ് പെരും പ്ലസ് പറയാണ് പെരുമ്പറ. പെരും പ്ലസ് പറ. കർത്താവ് എന്ന പദത്തിന്റെ എതിർലിംഗമായി വരുന്ന പദം? ഓപ്ഷൻ സി ആണ് കർത്തൃ. കർത്താവിന്റെ എതിർലിംഗം കർത്തൃയാണ്. കർത്തൃ. താഴെ തന്നിരിക്കുന്നതിൽ ബഹുവചനത്തിന് ഉദാഹരണം? ഓപ്ഷൻ സി ആണ് മിടുക്കർ. മിടുക്കർ ആണ് ബഹുവചനം. 5, 6 എന്ന പദത്തെ ഘടകപദങ്ങളാക്കുക. ആൻസർ ഓപ്ഷൻ എ ആണ് 5, 6. വയറ്റത്തടിക്കുക എന്ന ശൈലിയുടെ അർത്ഥത്തെ സൂചിപ്പിക്കാത്ത പ്രയോഗം ഏത്? അപ്പോൾ വയറ്റത്തടിക്കുക എന്ന ശൈലിയുടെ അർത്ഥത്തെ സൂചിപ്പിക്കുന്നത് എന്തൊക്കെയാണ്? ഗതി മുട്ടിക്കുക, കഷ്ടപ്പെടുത്തുക, ദുഃഖിപ്പിക്കുക. അപ്പോൾ ഇതിൽ സന്തോഷിപ്പിക്കുക എന്നതാണ് വയറ്റത്തടിക്കുക എന്ന ശൈലിയുടെ അർത്ഥമല്ലാത്തത്. അപ്പോൾ ആൻസർ ഓപ്ഷൻ ഡി ആണ്, സന്തോഷിപ്പിക്കുക. പുത്രന്റെ ഭാര്യ എന്നർത്ഥം വരുന്ന പദമേത്? ഓപ്ഷൻ ബി ആണ് സ്നുഷ. പുത്രന്റെ ഭാര്യ സ്നുഷ. ടു റൂട്ട് ഔട്ട് എന്ന ഇംഗ്ലീഷ് ശൈലിയുടെ ശരിയായ പരിഭാഷ ഏത്? ടു റൂട്ട് ഔട്ട് എന്ന ഇംഗ്ലീഷ് ശൈലിയുടെ ശരിയായ പരിഭാഷ ഏത്? ഓപ്ഷൻ സി ആണ് ഉന്മൂലനം ചെയ്യുക. ഉന്മൂലനം ചെയ്യുക. അടുത്തത് 2026 ജനുവരി 24 നടന്ന ഫീമെയിൽ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ പരീക്ഷയിൽ ചോദിച്ച ചോദ്യങ്ങളാണ്. ശരിയായ പദം ഏത്? ആൻസർ ഓപ്ഷൻ ഡി ആണ് വൃഷ്ടി. സംവൃതം എന്ന പദത്തിന്റെ വിപരീതം ഏത്? സംവൃതം എന്ന പദത്തിന്റെ വിപരീതം? ഓപ്ഷൻ ബി ആണ് വിവൃതം. താഴെ പറയുന്നവയിൽ തെറ്റായ സ്ത്രീലിംഗ പുല്ലിംഗ ജോഡി ഏത്? തെറ്റായ സ്ത്രീലിംഗ പുല്ലിംഗ ജോഡി ഏത്? അപ്പോൾ ഇതിൽ വിദ്വാൻ വിദുഷി ശരിയാണ്, പത്നി പതി ശരിയാണ്, മകൻ മകൾ ശരിയാണ്. അപ്പോൾ തെറ്റായിട്ടുള്ളത് ഓപ്ഷൻ സി ആണ്, ലേഖകൻ ലേഖക അല്ല, ലേഖകൻ ലേഖികയാണ്. അടുത്തത് ഒഴിച്ചുകൂടാനാവാത്തത് ഒറ്റപ്പദം ഏത്? ഒഴിച്ചുകൂടാനാവാത്തതിൻ്റെ ഒറ്റപ്പദം ഏത്? ആൻസർ ഓപ്ഷൻ സി ആണ്, അത്യന്താപേക്ഷിതം. അടുത്തത് ചേർത്തെഴുതുക. ആ പ്ലസ് ആൾ. ആ പ്ലസ് ആൾ ചേർത്തെഴുതുക. ഓപ്ഷൻ ബി ആണ് അയാൾ. താഴെ പറയുന്നവയിൽ അലിംഗ ബഹുവചനം അല്ലാത്തത് ഏത്? ഓപ്ഷൻ ഡി ആണ് ആൺമക്കളാണ് അലിംഗ ബഹുവചനം അല്ലാത്തത്. അപ്പോൾ പണിക്കർ, മക്കൾ, ഭാരതീയർ എന്നിവയൊക്കെ അലിംഗ ബഹുവചനമാണ്. ശരീരം എന്ന വാക്കിന്റെ ശരിയായ പര്യായ പദങ്ങൾ ഉൾക്കൊള്ളുന്ന ജോഡി ഏതാണ്? അപ്പോൾ ഗാത്രം, മേനി, കായം, വപുസ്, ആകൃതി, രൂപം എന്നിവയെല്ലാം തന്നെ ശരീരത്തിന്റെ പര്യായ പദങ്ങളാണ്. ഓക്കെ, അപ്പോൾ എല്ലാം ശരിയാണ്. ആൻസർ ഓപ്ഷൻ ബി ആണ്, എല്ലാം ശരി. ചക്രശ്വാസം വലിക്കുക എന്ന ശൈലിയുടെ അർത്ഥം എന്ത്? ഓപ്ഷൻ ബി ആണ്, അത്യധികം വിഷമിക്കുക. പിരിച്ചെഴുതുക. അത്യന്തം. അത്യന്തം എന്ന വാക്കിനെ പിരിച്ചെഴുതുമ്പോൾ ഓപ്ഷൻ സി ആണ്, അതി പ്ലസ് അന്തം. അതി പ്ലസ് അന്തമാണ് അത്യന്തം. പ്രിയാമ്പിൾ ശരിയായ മലയാള പരിഭാഷ ഏത്? ഓപ്ഷൻ ബി ആണ്, ആമുഖം. പ്രിയാമ്പിൾ എന്താണ്? ആമുഖമാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് 2026 ഇതുവരെ മലയാളം ഭാഗത്ത് നിന്ന് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയാണുള്ളത്. താങ്ക് യു.